ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് മത്തങ്ങയും കടലയും കൊണ്ട് എരിശ്ശേരി പോലൊരു കറി വയ്ക്കാം. ഞാനിത് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച കടലയാണ്. ഒരു 7 മണിക്കൂർ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വാരിയെടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് ഉപ്പിട്ടു, അതോടൊപ്പം കുറച്ച് കറിവേപ്പില, ഒരു 2 പച്ചമുളക് കീറിക്കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കടല മുങ്ങി നിൽക്കുന്ന രീതിയിൽ കുക്കറിൽ വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കർ അടച്ച് കടല വേവിക്കാനായിട്ട് വെക്കാം. എത്ര വെള്ളത്തിലിട്ടെന്ന് പറഞ്ഞാലും നമ്മുടെ കടലയ്ക്ക് ഒരു 4-5 വിസിലില്ലെങ്കിൽ അത് ആവശ്യത്തിന് വെന്ത് കിട്ടില്ല. ഇനി ഞാനിവിടെ നമ്മുടെ ഒരു വലിയ മത്തങ്ങയായിരുന്നു, അതിൻ്റെ 1/4 ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് കഴുകി അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് ചെത്തിക്കളയണം. നല്ല കട്ടിയായിരിക്കും മത്തങ്ങയുടെ തൊലിക്ക്. അപ്പം ഒന്ന് കട്ടൊക്കെ ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. ഞാൻ ഈ ചെയ്ത രീതിയിലൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നന്നായിട്ടത് കഷ്ണങ്ങളാക്കാൻ പോവാണ്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അതിന് മുന്നേ അപ്പോൾ ഈ സമയം നമ്മുടെ കുക്കറിൽ ഒരു 4 വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഞാനത് ഓഫാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മത്തങ്ങ കഷ്ണങ്ങളാക്കി വെച്ചത് ഇട്ട് കൊടുത്തു. കുറച്ച് നമ്മുടെ മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. കാശ്മീരി മുളക് പൊടി ഇട്ടു. ഒന്നുകൂടി നമ്മളൊന്ന് അടച്ച് വെച്ചു. എന്നിട്ട് ഒരു വിസിൽ കൂടി കൊടുക്കുകയാണ്. അതേസമയം നമുക്ക് അരപ്പിനായി കുറച്ച് തേങ്ങ ചിരണ്ടിയതെടുക്കാം. അതിലേക്ക് ചെറിയ ജീരകവും കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ മത്തങ്ങയും കടലയും ഒക്കെ വെന്തു. ഒരു വിസിൽ വന്നു, ഞാൻ ഓഫാക്കി. ഇനി നമുക്ക് നമ്മുടെ മത്തങ്ങയിലേക്കും കടലയിലേക്കും കൂടി നമ്മുടെ അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അങ്ങനെ ഇതുപോലെ ഒന്ന് നമ്മൾ കുറച്ച് ഡ്രൈ ആക്കുക. അധികം ഡ്രൈ ആവേണ്ട, എന്നാലും കുറച്ച് ഡ്രൈ ആക്കി എടുക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഒരു പാൻ ചൂടാകാൻ വെച്ചു. പാൻ ചൂടായപ്പം എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോൾ കടുകിട്ടു. അതോടൊപ്പം കുറച്ച് ഉണക്ക ചുവന്ന മുളക് കൂടി ഇട്ടു. അത് ഒന്ന് നമ്മൾ ചൂടാക്കിയിട്ട് നേരെ നമ്മുടെ തേങ്ങ, നമുക്ക് എരിശ്ശേരി പോലൊരു കറി ആകുമ്പം എരിശ്ശേരിയിൽ പ്രധാനമായും നമ്മൾ തേങ്ങ വറുത്ത് ചേർക്കുമല്ലോ, അതുപോലെ നമുക്ക് തേങ്ങ ഇവിടെ വറുത്ത് ചേർക്കണം. അതിനായി തേങ്ങ ഇട്ടു. ഒരു ബ്രൗൺ കളർ, ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മുടെ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കുന്നു. ആ വറുത്തെടുത്ത തേങ്ങയിലേക്കാണ് ഞാൻ നമ്മുടെ വേവിച്ച് വെച്ച് നമ്മുടെ കടലയും മത്തങ്ങയും ഒക്കെ കൂടിയിട്ട് ആഡ് ചെയ്യണത്. നേരെ തിരിച്ചും ചെയ്യാം കേട്ടോ. നമ്മൾ ആക്കിയ കുക്കറിലേക്ക് നമുക്ക് ഇത് ചേർക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റുകളുടെ രൂപത്തിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.